ഐഡന്റിറ്റി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വ്യക്തിപരമായി വളർത്തിയെടുത്തിട്ടുള്ള മൂല്യങ്ങൾ സമൂഹം എന്ത് കരുതും, മറ്റുള്ളവർ എന്ത് കരുതും എന്നതിന്റെ ഭാഗമായിട്ട് ബലി കൊടുക്കേണ്ടി വരുന്ന ഒരു 16-17 വയസ്സുള്ള പെൺകുട്ടിയുടെ കഥ പറയുന്ന സിനിമയാണ് വാട്ട് വിൽ പീപ്പിൾ സേ. സിനിമയുടെ പേരിൽ തന്നുണ്ട് മറ്റുള്ളവർ എന്ത് കരുതും എന്നതാണ് ആ സിനിമയുടെ ഉടനീളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ തുടങ്ങുന്നത് നോർവേയിലാണ്. നോർവേയിൽ സ്ഥിരതാമസമായിട്ടുള്ള ഒരു പാകിസ്ഥാനി കുടുംബത്തിലെ പെൺകുട്ടിയുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് 2 ഐഡന്റിറ്റിയാണ്. എന്ന് വെച്ചാൽ അവർ പുറത്ത് നോർവേയിൽ ജനിച്ച് വളർന്നതാണ്. അപ്പോൾ നോർവേക്കാരിയെ പോലെയാണ് വീടിൻ്റെ പുറത്ത്, പക്ഷേ വീടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ പാകിസ്ഥാൻ മുസ്ലിം കുട്ടികളെ പോലെ പെരുമാറാൻ ഈ കുട്ടി നിർബന്ധിതയാകുന്നുണ്ട്. അപ്പോൾ പുറത്തൊരു ഐഡന്റിറ്റിയാണ്, അകത്തൊരു ഐഡന്റിറ്റിയാണ്. അപ്പോൾ തന്നെ ഐഡന്റിറ്റി ക്രൈസിസ് വരുന്നുണ്ട്. എങ്ങനെ ചെയ്യണം, എങ്ങനെ പെരുമാറണം. പക്ഷേ 24 മണിക്കൂറും അച്ഛൻ്റെ അമ്മയും കണ്ണ് ഈ കുട്ടിയുടെ മുകളിലുണ്ടെന്ന് ഈ കുട്ടിക്ക് അറിയാം. കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം ബോയ് ഫ്രണ്ടായിട്ട് ഈ കുട്ടീനെ അച്ഛൻ കാണുകയും അച്ഛൻ നോർവേക്കാരനായിട്ടുള്ള ബോയ് ഫ്രണ്ടിനെ കുറേ തല്ലുകയും അതിൻ്റെ ശിക്ഷയായിട്ട് ഈ കുട്ടീനെ ഇതുവരെ കാണാത്ത പാകിസ്ഥാനിൻ്റെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് ഈ കുട്ടീനെ കൊണ്ടുചെന്നാക്കാണ്. ശിക്ഷയാണ്, പിടിച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. കൈയൊക്കെ പിടിച്ച് ആളുകൾക്ക് സംശയം തോന്നാത്ത രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഉണ്ടാകുന്ന ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇതുവരെ കാണാത്തൊരു നാട്ടിലാണ് ചെന്നുപെട്ടേക്കുന്നത്. ബന്ധുക്കളൊന്നും അങ്ങനെ കൃത്യമായിട്ട് അറിയുന്നില്ല. ഈ കുട്ടി ശരിയായിട്ട് നടന്നിട്ടില്ല. അപ്പം അച്ഛൻ വിചാരിക്കണത് പാകിസ്ഥാനിൽ പോയിട്ട് അവരുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളൊക്കെ പഠിച്ചിട്ട് വരട്ടെ എന്ന് വെച്ച് ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുത്ത രീതിക്കാണ് അവരുടെ ഫാമിലി ആ കുട്ടീനെ അവിടെ കൊണ്ടുവന്നാക്കുന്നത്. ആ കുട്ടി അവിടെ മാനസികപരമായും ശാരീരികപരമായും അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടു നിൽക്കുന്ന എന്ന് വെച്ചാൽ സിനിമ കാണുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഈ കുട്ടി എങ്ങനെയും നോർവേയിലെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു ഇൻ്റർനെറ്റ് കഫേയിലേക്ക് പോകുന്നുണ്ട് കൺവെട്ടിച്ച്. അവിടെ നിന്ന് തല്ലിക്കൊണ്ടുവരുന്നവത്തെ പോലീസുകാർ പിടിക്കുന്നത്, അങ്ങനെ കുറേ കാര്യം ഉണ്ടായിട്ട് പാകിസ്ഥാനിൽ പോലും നിൽക്കാണ്ട് തിരിച്ച് നോർവേയിലേക്ക് കൊണ്ടുവരാണ് അവരുടെ ഫാമിലി. നോർവേയിൽ കൊണ്ടുവരുന്ന സമയത്താണെങ്കിലോ ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് നോക്കാനാണ് തോന്നുന്നത്. പിന്നെ ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ശ്രമമൊക്കെ നടത്തുന്ന അച്ഛനത് കാണുന്നുണ്ട്. എന്താ പറയുക, ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളും നമ്മുടെ സമുദായത്തിൻ്റെ സാധനങ്ങളൊക്കെ കാത്തുരക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ഭയങ്കര ഗംഭീരമായിട്ട് പറയുന്ന ആളുകളുണ്ടല്ലോ. ആ പുരുഷാധിപത്യത്തിൻ്റെ കോലൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇവർക്കൊരു ചേട്ടനുണ്ട് കേട്ടോ, ഈ കുട്ടിക്കൊരു ചേട്ടനുണ്ട്. ഈ ചേട്ടൻ അങ്ങനെ സിനിമയിലുടനീളം സംസാരിക്കുന്നില്ല. പക്ഷെ അച്ഛൻ കഴിഞ്ഞാൽ ആ അധികാരം ഞാൻ ഏറ്റെടുക്കും എന്നുള്ള രീതിക്കുള്ള എല്ലാ സൈനും ആ സിനിമയ്ക്കകത്ത് തരുന്നുണ്ട്. ഈ ഭയങ്കര അപകടം പിടിച്ച ഒരു സാധനത്തിനെ ഒരു രീതിയിൽ അവതരിപ്പിച്ച് വെച്ചിട്ടുള്ള സിനിമയാണ് വാട്ട് വിൽ പീപ്പിൾ സേ. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവരും കാണുക.